ന്യൂസ് ആഫ്റ്റർനൂൺ തുടരുന്നു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിലെ മുഖ്യപ്രതി ഡോക്ടർ റാം കീഴടങ്ങി. കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം കർണാടകയിൽ നിന്ന് റാമിനെ കസ്റ്റഡിയിലെടുത്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്ന് കാണിച്ച് കോടതി വിട്ടയച്ചിരുന്നു. സൈഫുള്ള വിശദാംശങ്ങൾ നൽകും. സൈഫുള്ള, ഇപ്പോൾ ഡോക്ടർ റാം കീഴടങ്ങിയിരിക്കുന്നു. ഇനി ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് കീഴടങ്ങിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടികൾ എങ്ങനെയാണ്? സൈഫു, കോടതി ഇപ്പോൾ അദ്ദേഹത്തിന്റെ റീ അറസ്റ്റുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. 3:30 തന്നെ അതിലൊരു വിധി വരാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വീണ്ടും അറസ്റ്റ് ചെയ്യാനുള്ള അനുമതി കോടതി കൊടുക്കാൻ തന്നെയാണ് സാധ്യത. ഇത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം അദ്ദേഹം നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഹാജരായത്. ഈ കേസ് പരിഗണിക്കുമ്പോൾ തന്നെ നേരത്തെ കേസ് അന്വേഷിച്ചിരുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സുധീർ കല്ലേന്റെ പിഴവും കോടതി ചൂണ്ടിക്കാട്ടി. ആ അപേക്ഷ പരിഗണിക്കുന്നതിന് ആദ്യം തന്നെ അദ്ദേഹത്തോട് കോടതിയിലെത്തി എന്താണ് വീഴ്ചയ്ക്ക് കാരണമെന്നുള്ളത് വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അപേക്ഷ മാറ്റിവെക്കുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടതിന് ശേഷമാണ് അപേക്ഷ പരിഗണിച്ചത്. ആ കാര്യത്തിൽ വിധി വന്നിട്ടില്ല. 3:30 തന്നെ ആ കാര്യത്തിൽ വിധി ഉണ്ടാകും എന്നാണ് കരുതിയത്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി റാം കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ഹാജരായത്. ഇവിടെ ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ നിലവിൽ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലില്ല. ആ സംഘം ഉടൻ തന്നെ കണ്ണൂർ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തും എന്നാണ് കരുതുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ഔദ്യോഗികമായി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ ഒന്നും തന്നെ ക്രൈംബ്രാഞ്ചിന് അവകാശമില്ല, അല്ലെങ്കിൽ അധികാരമില്ല. നിയമ തടസ്സങ്ങളുണ്ട്. ഈ കോടതിയുടെ പരിഗണനയിൽ അപേക്ഷ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അപേക്ഷയിൽ വിധി വന്ന ഉടൻ തന്നെ റാമിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും. മറ്റ് കസ്റ്റഡിയിലേക്ക് വാങ്ങേണ്ട നടപടിക്രമങ്ങളിലേക്കും ക്രൈംബ്രാഞ്ച് നീങ്ങുകയും ചെയ്യും. സൈഫു.